MSN ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ചില മാറ്റങ്ങൾ വരുത്തും എന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ കാര്യമായ മാറ്റങ്ങൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നില്ല. എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചില 1-2 അപ്ഡേറ്റുകൾ ആശിഷ് നേഗി പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒന്ന് പോയി നോക്കാം. ആശിഷ് നേഗി ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ചില യൂറോപ്യൻ താരങ്ങളെ നോക്കിയിരുന്നു. അതായത് തങ്ങളുടെ പ്രധാന വിദേശ ടാർഗറ്റ് ആ സമയത്ത് തന്നെ കണ്ടെത്തിയതായിരുന്നു. ഇപ്പോൾ ആ ട്രാൻസ്ഫറിനായി അവസാനഘട്ട ചർച്ചകളിലാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ചില കളിക്കാർക്ക് യൂറോപ്പിൽ നിന്നുള്ള ക്ലബ്ബുകളിൽ നിന്ന് ചില വലിയ അവസരങ്ങൾ കിട്ടാൻ സാധ്യത ഉള്ളതിനാൽ അവർ ജൂലൈ വരെ കാത്തിരിക്കണമെന്നാണ് ഇതിലെ പ്രധാന പ്രശ്നം എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു അപ്ഡേറ്റ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് ചില ഇന്ത്യൻ കളിക്കാരെ ഒഴിവാക്കും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും ചില ഇന്ത്യൻ കളിക്കാരെ പുറത്താക്കുന്നതിനനുസരിച്ച് ആയിരിക്കും ഡൊമസ്റ്റിക് കളിക്കാരെ ഇങ്ങോട്ട് സൈൻ ചെയ്യുക എന്നാണ് ആശിഷ് നേഗി ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത്ര മാത്രമുള്ളൂ, കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇന്ത്യൻ താരങ്ങൾ പുറത്തു പോകാതെ വേറെ ടീമിൽ നിന്നും ഇന്ത്യൻ താരങ്ങളെ ഇങ്ങോട്ട് സൈൻ ചെയ്യില്ല എന്നാണ് ആശിഷ് നേഗി ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാര്യമായ മാറ്റങ്ങളൊന്നും ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തില്ല എന്ന് ഉറപ്പ് തന്നെയാണ് അടുത്ത സീസണിന് വേണ്ടി. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.